മാജിക്കിൽ പലതരത്തിലുള്ള എസ്കേപ്പുകളുണ്ട്. റോപ്പ് എസ്കേപ്പ്, ഫയർ എസ്കേപ്പ്, അങ്ങനെ ഒരുപാട് തരത്തിൽ. ഹൗഡിനിയുടെ തന്നെ ഹൗഡിനി എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. എസ്കേപ്പുകളിൽ എന്തെങ്കിലും ഒരു ഐറ്റം താങ്കൾക്ക് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു പബ്ലിക് സ്റ്റണ്ടായിട്ടാണ് സാധാരണ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഹുദിനീസ് എസ്കേപ്പ് എന്ന് പറയുന്നത് ഹരി ഹുദിനി എന്ന് പറയുന്ന ആൾ അവതരിപ്പിച്ചിരിക്കുന്ന മാജിക്കുകളെ കൂടാതെ എസ്കേപ്പ് ആ വിഭാഗത്തിൽ തന്നെ ഹൂദിനീസ് എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത് വലിയ പബ്ലിക് സ്റ്റണ്ടായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. എങ്കിലും മീ ഡെയിലിക്ക് വേണ്ടി ഞാനൊരു ചെറിയ എസ്കേപ്പ് ആക്ട് അവതരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഒരു റോപ്പ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. കൈകാലുകളെ താങ്കൾ ഈ റോപ്പ് ഉപയോഗിച്ച് ഒന്ന് ബന്ധിക്കണം. ഈ കെട്ട് നല്ല ഉറപ്പുള്ളതാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇനി എനിക്ക് താങ്കളുടെ ഭാഗത്തുനിന്ന് വേണ്ട ഹെൽപ്പ് എന്ന് പറയുന്നത് താങ്കളുടെ ജാക്കറ്റ് കോട്ട് തന്ന് ഇതൊന്ന് കവർ ചെയ്യണം. ഓക്കെ, തീർച്ചയായിട്ടും. ജസ്റ്റ് കവർ ചെയ്യുക. ഇത് കവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിനു വേണ്ടി ഞാൻ 60 സെക്കൻഡാണ് എടുക്കുക. ഇത് എസ്കേപ്പിന് വേണ്ടിയിട്ട്, ഈ കെട്ടിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് 60 സെക്കൻഡാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കൂട്ടിട്ടുള്ള സംഗതി. അതിനുശേഷം താങ്കൾ ഇത് സമയം നോക്കണം, കൃത്യമായിട്ട് സമയം നോക്കിയിട്ട് അത് എത്ര സമയമുണ്ടെന്ന് നോക്കുക കേട്ടോ. നോക്കുക, കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ. ഓക്കെ, കവർ ചെയ്തോളൂ. ഓക്കെ, ഇത് സമയം നോക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. കൃത്യമായിട്ട് സമയം നോക്കണം, അല്ലെങ്കിൽ കൊള്ളാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കവർ ചെയ്ത് നന്നായിട്ട് ഇതാണ് മാജിക്ക്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. കൊള്ളാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. മാജിക്, ചിത്രകല, ഇങ്ങനെ വ്യത്യസ്തമായ 2 കലാരൂപങ്ങളും കൊണ്ട് ഉത്സവങ്ങളുടെ മാന്ത്രിക നഗരിയായ ദുബായിലേക്ക് താങ്കൾ എത്തിപ്പെട്ടു. ഈ ഒരു പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് എന്ന് മുതൽക്കാണ്? ഗൾഫ് എന്ന് പറയുന്ന ഒരു സങ്കല്പം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഗൾഫിൽ വരണം എന്നോ ഗൾഫിൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഗൾഫിൽ വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു പ്രവാസിയാവുക അല്ലെങ്കിൽ ഗൾഫ് ജീവിതത്തിലേക്ക് വരിക എന്നുള്ള ഒരു സങ്കല്പം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. യാദൃച്ഛികമായിട്ട് ഇവിടെ ഒരു സമ്മർ സർപ്രൈസ് നടക്കുന്ന ഒരു സമയത്ത് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് 1 മാസത്തെ പ്രോഗ്രാമിനായിട്ടാണ് ഞാൻ ദുബായിലേക്ക് വരുന്നത്. ഒരു ഏകദേശം 6 വർഷം മുമ്പ് ആ 1 മാസത്തെ പ്രോഗ്രാമിനായിട്ട് ദുബായിൽ വരികയും ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്നെ മജീഷ്യനായിട്ടും ചിത്രകാരനായിട്ടും എന്നെ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് വിളിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അവർക്ക് വേണ്ടി ഒരു 3 വർഷം ഞാൻ അവർക്ക് വേണ്ടി 3.5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അങ്ങനെയാണ് ഒരു പ്രവാസിയായിട്ട് മാറുന്നത്. ആ ഒരു പ്രവാസി ജീവിതം, നമ്മുടെ ഒരു 3 വർഷത്തെ ഒരു സ്ഥാപനത്തിൽ മജീഷ്യനായും ചിത്രകാരനുമായിട്ടുള്ള ഒരു ജീവിതം, അത് എത്രമാത്രം താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ദുബായ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു സങ്കല്പം എന്ന് പറയുന്ന ആ ഒരു ആഘോഷ നഗരി നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനും നമുക്ക് എത്രമാത്രം ഇവിടെ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാനൊക്കെ സാധിച്ചതും, ദുബായിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു കലാപരമായ കഴിവുകൾ പ്രയോജനപ്പെടുത്താമെന്ന് മനസ്സിലാക്കിയതും എല്ലാം ഈ 3 വർഷം ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്ത സാഹചര്യത്തിലാണ് എനിക്ക് മനസ്സിലായതും പഠിച്ചതും എല്ലാം. ആ സമയത്ത് ഞാൻ ഇതിനെ എല്ലാ മേഖലകളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു. കലാപരമായിട്ടുള്ള എല്ലാ മേഖലകളെക്കുറിച്ച് ഇവിടെ എങ്ങനെ നമുക്കത് പ്രയോജനപ്പെടുത്താം. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഞാൻ ഏകദേശം 6 വർഷമായി. പിന്നീട് എൻ്റെ സ്വന്തമായ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു.
ഇവിടെ ദുബായിലുണ്ടായത്. താങ്കളിപ്പോൾ ഒരു സ്വന്തമായി ഒരു അതെ, ഇവന്റ് അല്ലെ, ഇവന്റ് കമ്പനി, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുന്നു, എന്റർടൈൻമെന്റ് ഇവന്റ്സ്. ഒരുപാട് ഇവന്റ് കമ്പനീസ് ഉണ്ട് ഇവിടെ. പലതരത്തിലുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ അവർ ഡിസൈൻ ചെയ്യാറുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ. ഞാൻ പലപ്പോഴും പല പരിപാടികളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. താങ്കൾ അതുപോലെ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു പരിപാടി ഈ ഗൾഫിലുള്ള മലയാളികൾക്ക് അല്ലെങ്കിൽ ഗൾഫിലുള്ള ഈ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ 2007 ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമാജിക് എന്ന് പറയുന്ന ഒരു സംഭവം, അത് 40 ഷോ ചെയ്തിരുന്നു ദുബായിലെ വളരെ പ്രശസ്തമായ ഷോപ്പിംഗ് മോളായ ബുർജുമാൻ സെന്ററിൽ വെച്ച്. എന്താണ് സിനിമാജിക് എന്ന് പറയുന്നത്? സിനിമാജിക് എന്ന് പറഞ്ഞാൽ ലൈഫ്, സിനിമ ടു ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മൾ നേരെ കാണുന്ന സിനിമ സ്ക്രീൻ അല്ലെങ്കിൽ TV സ്ക്രീൻ, ആ സ്ക്രീനിൽ നിന്നും നേരെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതായത് കഥാപാത്രങ്ങൾ സ്ക്രീനിൽ നിന്ന് ഇറങ്ങി വരും. തീർച്ചയായിട്ടും കഥാപാത്രങ്ങൾ സ്ക്രീനിൽ നിന്നും ഇറങ്ങി വരുന്നു. മജീഷ്യൻ, ഇലൂഷനിസ്റ്റായിട്ട് ഞാൻ സ്ക്രീനിലേക്ക് കടന്നു പോകുന്നു. ഇവിടെ പുറത്ത് സ്റ്റേജിൽ നിന്നിട്ട് സ്ക്രീനിലുള്ളവരുമായിട്ട് സംസാരിക്കുന്നു. അവരുമായിട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിലുള്ള ഓരോ സാധന സാമഗ്രികൾ ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കുന്നു, എൻ്റെ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള പല ആശയവിനിമയങ്ങളും അതുപോലെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു മാജിക്. തീർച്ചയായിട്ടും. അപ്പൊ അത് എത്രമാത്രം സ്വീകാര്യമായിരുന്നു അവിടെ? അത് ശരിക്കും അന്ന് എനിക്ക് വളരെയധികം ഗൾഫ് ചാനലുകൾ, ദുബായിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള ഒത്തിരി ചാനലുകൾ വന്ന് ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുകയും എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയും ചെയ്തിരുന്നു. അത്ര വ്യത്യസ്തമായ ഒരു അനുഭവം എന്ന രീതിയിലാണ് അതിനെക്കുറിച്ച് അവർ സംസാരിച്ചത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വാട്ടർ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അത് വളരെ നല്ല രീതിയിലാണ്, അവർക്ക് വളരെ സന്തോഷകരമായ രീതിയിലാണ് അവരത് കണ്ടതും എടുത്തതുമെല്ലാം. ഒരുപാട് വിഭിന്നമായ ലോകത്തുള്ള ജനതകൾ, അതായത് വ്യത്യസ്തമായ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഒരു ഗ്ലോബൽ സിറ്റിയാണ് ദുബായ്. ഈ സിറ്റിയിൽ ഒരുപാട് ഉത്സവങ്ങൾ, ഒരുപാട് ആഘോഷങ്ങളുണ്ട്. താങ്കളെപ്പോലുള്ള ഒരു എൻ്റർടൈനർ എപ്പോഴും ആ ഒരു ആഘോഷങ്ങളുടെ തിരക്കുകളിലായിരിക്കും. അതിനിടയിൽ പലപ്പോഴും പലതരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ജീവിതത്തിന്, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഈ മാജിക്, ചിത്രകല എന്നിവ ഉപയോഗിച്ച് സമൂഹത്തെ എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരു കലാരൂപം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു അവയർനെസ് ജനങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന കാര്യത്തിലൂടെ മാത്രമാണ്. ഇപ്പോൾ ഈ മാജിക്കിലൂടെ ഞാൻ ഇവിടെ ദുബായിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി ചെയ്ത ആ ഒരു ഇലൂഷൻ ഷോയിലൂടെ ശരിക്കും പറഞ്ഞാൽ ജലം സേവ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. ശരിക്ക് ഞാനത് ചെയ്തപ്പോൾ എല്ലാവർക്കും അവർക്ക് ഇത് പ്രോഗ്രാം ആദ്യം ഞാനിത് അവതരിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളവും ഇലക്ട്രിസിറ്റിയും സേവ് ചെയ്യാനുള്ള ഒരു പദ്ധതി അതിനകത്തുണ്ട്, ആ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അതായത് ഒരു കലാകാരന് സമൂഹത്തോട് വ്യക്തമായ പ്രതിബദ്ധതയുണ്ട്, ആ സമൂഹത്തെ പരിഷ്കരിക്കാൻ അവൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ആവശ്യകത ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു കലാകാരൻ, കല എന്ന് പറയുന്നത് ശരിക്ക് ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കലയിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം പ്രധാനപ്പെട്ട ഭാഗവും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കലാകാരന് കഴിയുന്ന അത്ര കാര്യങ്ങൾ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ ഒരു സാമൂഹ്യമായ ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ഒരു കലാകാരന് തന്നെയാണ് 100% ചെയ്യാൻ സാധിക്കുക. സാമൂഹ്യ ജീവിതം, ശരിക്കും ഒരു പ്രവാസിയുടെ സാമൂഹ്യ ജീവിതത്തിൽ കലയും സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒരുപാട് ഇടപഴകിയിട്ടുണ്ട്. കാരണം ഇത് ഒരു ഒറ്റപ്പെടലാണ്, ഏകാന്തതയാണ് എന്നൊക്കെ ആളുകൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും വ്യത്യസ്തമായ പരിപാടികളിലൂടെ, സാംസ്കാരിക കൂട്ടായ്മകളിലൂടെ നമ്മുടെ മലയാളികൾ ഈ മണൽ നഗരത്തിൽ ജീവിച്ചു വരുന്നുണ്ട്. അത്തരത്തിലുള്ള കൂട്ടായ്മകളിലേക്ക് എപ്പോഴെങ്കിലും എത്തിച്ചേരുവാനും തങ്ങളുടേതായിട്ടുള്ള കലാപ്രവർത്തനങ്ങൾ അതിൽ ഉൾപ്പെടുത്തുവാനും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള മലയാളികളുടേതായ ഒരു കൂട്ടായ്മകളിലേക്ക് പല പ്രാവശ്യവും പല സമയങ്ങളും എന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആ സമയങ്ങളിലേക്ക് ഇവിടുത്തെ പ്രോഗ്രാമുകളുടെ തിരക്ക്, ആഘോഷങ്ങളുടെ തിരക്കുകൾ കാരണം കൊണ്ട് അവരുമായിട്ട് യോജിച്ച് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുമായിട്ട് നല്ല ബന്ധം തന്നെ പുലർത്തിക്കൊണ്ട് പോകുന്നു.
ഈ പറഞ്ഞ പോലെ അവരുമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസിന് സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്ത് ഇവിടെ ഇതുവരെ ചെയ്യുന്നില്ല. ഒരു കലാപ്രവർത്തനമോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയിലൂടെ ഇതുവരെ ചെയ്യുന്നില്ല. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എന്താണ്? കലാകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. എപ്പോഴും അതിനു വേണ്ടി എൻ്റെ ജീവിതത്തിലുടനീളം ശരിക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത, സ്വന്തമായി കണ്ടുപിടിച്ച ഒരു വഴിയിലൂടെ തന്നെയായിരുന്നു എൻ്റെ പൂർണ്ണമായ യാത്രയും. അപ്പോൾ അതിൽ നല്ലത് തിരഞ്ഞെടുക്കാനായിട്ട് എന്നും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, ഒരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുക, അതിനുവേണ്ട ക്വാളിറ്റി ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് എന്നും ശ്രമിച്ചേക്കുന്നത്. സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പ്രവാസികൾ രണ്ട് തട്ടിലാണ് നിൽക്കുക. പല പ്രവാസികളും തങ്ങളുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നത്. സൗഹൃദങ്ങളെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ടാവും, ഇവിടെ വന്നപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടി. ഈ സൗഹൃദങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സൗഹൃദങ്ങളെ തീർച്ചയായും ഞാൻ 100% ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന ആ ഒരു സ്ഥാനം കൊടുത്തിട്ടാണ് ഞാൻ അവരുമായി എന്നും ബന്ധപ്പെടാറുള്ളൂ. അത്രമാത്രം ആ ഒരു സൗഹൃദത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. മാജിക്, ചിത്രകല, വിവിധ മേഖലകൾ, പലതരത്തിലുള്ള ജീവിതങ്ങൾ, ഇത് നമ്മൾ ചർച്ച ചെയ്തു. പ്രവാസത്തിൻ്റെ ഇത്തരം ഉൾക്കാഴ്ചകൾ മീ ഡെയിലിയുമായി ചർച്ച ചെയ്തതിന് താങ്കൾക്ക് വളരെയധികം നന്ദി. നമ്മുടെ ഈ മീ ഡെയിലിയുടെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത്? ഈ മീ ഡെയിലി എന്ന് പറയുന്ന പ്രോഗ്രാം ശരിക്ക് ഭാവിയിലേക്ക് നമ്മുടെ പ്രവാസി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കടന്നു ചെന്ന് വ്യത്യസ്തരായിട്ടുള്ള പ്രവാസികളെക്കുറിച്ച് വളരെയധികം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറും. ആ രീതിയിലുള്ള ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടിയുള്ള പ്രവർത്തനമാണ് മീ ഡെയിലിയുടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്രയും നേരം താങ്കളുടെ ജീവിത കാഴ്ചകൾ മീ ഡെയിലിയുമായി ചർച്ച ചെയ്തതിന് വളരെയധികം നന്ദി.